അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക് സ്പ്രിംഗ് ഫോഴ്സ്. എന്താണ് സ്പ്രിംഗ് ഫോഴ്സ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വെൻ എ മെറ്റൽ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ഓർ കംപ്രസ്ഡ് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു സ്പ്രിങ്ങിനെ എടുത്തിട്ട് അത് ചുമ്മാ വെച്ചേക്കുക, അത് ചുമ്മാ ഇരിക്കുമ്പോൾ എന്താണ് പൊസിഷൻ? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കാം. അങ്ങനെ ഇരിക്കുന്ന സാധനത്തിന് എടുത്ത് ഒരു വലിയ ഇങ്ങനെ വലിക്കുമ്പോൾ as a result it experience a restoring force that tends to retract the spring back to its original position. ഇങ്ങനെ വലിക്കുന്നത് കാരണം തിരിച്ചതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ, അതായത് ചുമ്മാ വെച്ചേക്കുമ്പോൾ ഉള്ളൊരു പൊസിഷനില്ലേ, ആ പൊസിഷനിൽ പോകാൻ ഇതിനൊരു ഇത് വരും, ഒരു സംഭവം വരും. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വലിക്കുമ്പോഴോ തള്ളുമ്പോഴോ ചെയ്യുമ്പോൾ ഈ സാധനത്തിന് തിരിച്ച് പഴയ പൊസിഷനിൽ വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് ഉള്ളതിൻ്റെ കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പടം വരയ്ക്കാം. നമ്മളാണ്ട് കളർ മഞ്ഞയാണ് നല്ലത്, അല്ലേ? മഞ്ഞയല്ല നല്ലത്. അവിടെ സ്പ്രിങ് ഇങ്ങനെ ഇരിക്കുക, സ്പ്രിങ് ഇങ്ങനെ വലിക്കുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷനാണ്. ലെങ്ത്ത് എൽ, ഇത് ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയം അല്ലാത്ത പൊസിഷൻ എവിടെ? സെയിം ഇവിടെ വരെ വന്ന്, പക്ഷെ ബാക്കി കുറച്ചും കൂടെ ഒന്ന് വലിച്ച്. ഇതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം അല്ല, ഇതെന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് പൊസിഷൻ, വലിച്ച പൊസിഷൻ. ഇത്ര എക്സ് ഡിസ്റ്റൻസ് ഈ സ്പ്രിങ്ങിനെ വലിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ ഉണ്ടാവുന്ന എഫ് എന്ന് പറയുന്നത് എക്സിന് ഇതല്ലേ, പ്രൊപ്പോർഷനല്ലേ? കാരണം എന്താ, നമ്മൾ എത്ര വലിക്കുന്നോ, എത്ര എക്സ് കൂടുന്നോ അത്രയും ഫോഴ്സും കൂടുന്നു. അപ്പം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഈക്വൽ ആക്കണ്ടേ? അതിനെ ഈക്വൽ ആക്കുന്നത് എങ്ങനെയാണ്? എഫ് ഈക്വൽ ടു ഏതോ ഒരു കെ ഇൻറ്റു എക്സ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ സാധനം. ഈ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കെ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഓരോ സ്പ്രിങ്ങിനും ഓരോ കോൺസ്റ്റൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതിന് കെ ഓരോ സ്പ്രിങ്ങിനും വ്യത്യാസം വരാം, ഈക്വൽ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ അതാണ് ഇവിടെ ഇതിൻ്റെ ഒരു മെയിൻ സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് കണ്ടീഷനാണ്. ഒന്ന് പാരലായിട്ട് വരുമ്പോഴും ഒന്ന് സീരീസ് ആയിട്ട് വരുമ്പോഴും. അപ്പോൾ പാരൽ എന്താണെന്ന് നോക്കാം. പാരൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലായിട്ട് രണ്ട് സ്പ്രിങ്ങിനെ വെച്ചേക്കുന്നു. രണ്ട് സ്പ്രിങ്ങിനെ പാരലായിട്ട് വെച്ചേക്കുമ്പോൾ അതിൻ്റെ കെ, അതായത് ഇതിനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്താൽ, എങ്ങനെ? ഇതിനെ ഒറ്റ സ്പ്രിങ് ആയിട്ട് മാറ്റിയാൽ K12 എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ കെ എഫക്റ്റീവ് എന്ന് പറയുന്നത് K1 + K2 എന്നായി മാറും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പാരലൽ ഇരിക്കുകയാണെങ്കിൽ കെ എഫക്റ്റീവ് എന്ന് പറയുന്നത് K1 + K2. ഓക്കെ, സിമ്പിൾ. അപ്പോൾ സീരീസ് ആണെങ്കിൽ ഇത് ഒരു സ്പ്രിങ് ആയിട്ട് മാറും. അതിൻ്റെ വാല്യൂ കെ എഫക്റ്റീവ് ആണ്. ആ കെ എഫക്റ്റീവ് എന്ന് പറയുന്നത് K1 K2 / K1 + K2. ഇതിനിങ്ങനെ പറയാം, അല്ലെങ്കിൽ എങ്ങനെ പറയാം? 1/K effective = 1/K1 + 1/K2. നിങ്ങൾ മറ്റേ റെസിസ്റ്റൻസിൽ സീരീസും പാരലും കോമ്പിനേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മ കാണും. അതിനകത്ത് നമുക്കെന്താ തിരിച്ചാണ്. അവിടെ സീരീസിലാണ് R1 + R2 റെസിസ്റ്റൻസ്. അവിടെ പാരലിലാണ് ഇതേപോലെ 1/R1 + 1/R2 ഒക്കെ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം നമുക്കൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നല്ലൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാമല്ലോ നമുക്ക്. A 160 gram object attaches at one end of a spring and change in length of the spring 4 cm. ഓക്കെ, 160 ഗ്രാം മാസ് ഇവിടെ അറ്റാച്ച് ചെയ്തത് കാരണം ഇവിടെ അല്ല കേട്ടോ, ഇവിടെ ഒരൊറ്റ സ്പ്രിങ്ങിൻ്റെ കേസ്. ഒരു സ്പ്രിങ്ങിൽ ഉള്ള കേസാണ്. ഒരു സ്പ്രിങ്ങിൽ 160 ഗ്രാം അറ്റാച്ച് ചെയ്തപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.04 മീറ്റർ.
നമ്മൾ SI യൂണിറ്റിലോട്ട് എല്ലാം കൺവേർട്ട് ചെയ്യണം. SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ, കിലോഗ്രാം കാര്യങ്ങളൊക്കെയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ അത്രയാണ്. മാസ് എന്ന് പറയുന്നത് 0.16 കിലോഗ്രാമും ആണ്. മാസും ഉണ്ട്, എക്സും ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ നിന്ന്? പിന്നൊരു കാര്യം, EKയും ഈക്വലാണ്. K1 = K2 = K3. ഇത് ക്വസ്റ്റ്യനിൽ നേരെ കൊടുത്തിട്ടില്ല, പക്ഷേ അങ്ങനെ ഈക്വൽ ആയില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ നേരെ ഒരു ആൻസർ കിട്ടത്തില്ല. അപ്പം മാസ് എത്രയാണ്, എക്സ് എന്ന് പറയുന്നത് എത്രയാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? കാരണം താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതെത്ര? mg. അതായത് 0.16 × G എന്ന് പറയുന്നത് ഈ ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സ്പ്രിംഗ് ഫോഴ്സ് എത്ര? K × X. K × X എത്ര? 0.04. അവിടെ നിന്ന് K കിട്ടൂലേ? K = 0.16 / 0.04 × G, which is equal to 4 × 10, which is equal to 40. 40 ആണ് നമുക്ക് കിട്ടുന്ന Kൻ്റെ വാല്യൂ. 40 ആണ് Kൻ്റെ വാല്യൂ 40 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഈ സ്പ്രിങ്ങിനെ ഇതേപോലെ ആക്കണം. ഇതുപോലെ ഇതേപോലെ ഈ ഒരു സ്പ്രിങ്ങിനെ ഒരൊറ്റ സ്പ്രിങ് ആക്കണം. ഈ 3 സ്പ്രിങ്ങിനെ ഒരൊറ്റ സ്പ്രിങ് നമുക്ക് എങ്ങനെ ആക്കാം? അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഒരു 160 ഗ്രാം ഇട്ടാൽ എത്ര എക്സ് ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു Kനെയൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. K2ഉം K3യും പാരലലാണ്. K1 ബാക്കി എല്ലാത്തിനുമായിട്ട് സീരീസാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് K2 K3ൻ്റെ എഫക്റ്റീവ് K കണ്ടുപിടിക്കാം. നമുക്ക് Kൻ്റെ വാല്യൂ കിട്ടി. പിന്നെന്താ പ്രശ്നം? therefore K23 അതെങ്ങനെ കണ്ടുപിടിക്കും? പാരലായുണ്ട്. K23 = K1 + K2 K2 + K3, which is equal to 40 + 40, which is equal to 80. K23 80 എന്ന് കിട്ടി. അപ്പോൾ ബാക്കി എത്ര? ബാക്കി നമ്മുടെ ഫിഗർ എങ്ങനെയായി? ഫിഗർ നമുക്ക് ചെറുതായിട്ട് വരയ്ക്കാം. ചെറുതായിട്ടൊക്കെ ഫിഗർ വരച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫിഗർ നമ്മുടെ ഇങ്ങനെയായി. ഇത് K1, ബാക്കി എത്ര? K23. അപ്പം ഇങ്ങനെയായി ഫിഗർ. ഇനി ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? K123. K123 എത്രയാണ്? K123 = K1 × K23 / K1 + K23. അതെത്രയാണ്? K1 × K23 എത്ര? K1 × K23 എത്ര? K1 എത്രയാണ്? 40. 40 × 80 / K1 + K2 120 എന്ന് എഴുതാം. 80 0 0 വെട്ടി. ഇത് 2, ഇത് 3. അപ്പോൾ എത്ര? 80/3. K23 80/3 എന്ന് കിട്ടി. അതായത് ഇപ്പോൾ ഒരൊറ്റ സ്ട്രിങ് ആയിട്ട് മാറി. ഒരു സ്പ്രിങ്ങേ ഉള്ളെങ്കിൽ അതിനകത്തൊരു mg ഫോഴ്സ് ആക്റ്റീവ് എന്നെങ്കിൽ അവിടുത്തെ എക്സ് കണ്ടുപിടിച്ചൂടെ? എന്താടേ കണ്ടുപിടിച്ചൂടെ? സൂപ്പറായിട്ട് കണ്ടുപിടിക്കാം. ഫോഴ്സ് എത്ര? 1.16 × G. അത്രയാണല്ലോ ഫോഴ്സ്. ഇവിടുത്തെ K എത്ര? 80/3. ഇവിടുത്തെ എക്സ് എത്ര? നമുക്ക് അറിഞ്ഞുകൂടാ, അതല്ലേ കണ്ടുപിടിക്കേണ്ട. എക്സ് അവിടെ അത്രയും കിടപ്പുണ്ട്. അപ്പം എക്സ് എത്രയെന്ന് കിട്ടി? 1.6 × 3/80. ഇതെത്രയാണോ അത്രയാണ് ആൻസർ. ഇത്രയും മീറ്റർ ആണ് നമുക്ക് എക്സ് ആയിട്ട് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു 6 സെൻറ്റിമീറ്റർ ആയിട്ടാണ് തോന്നുന്നു. അത്രയാണ്ട് കിട്ടും. അപ്പോൾ നമ്മളിത് ചെയ്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ നേരെ അടുത്ത് നോക്കുക. ആദ്യം തൊട്ടൊന്ന് കണ്ടു നോക്കുക. സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുക. സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇത് ചെയ്യാൻ ഒരു പാടുമില്ല. സ്റ്റെപ്പ് വൈസ് ചെയ്ത് പോയാൽ മതി. നമുക്ക് ആൻസർ സുഖമായിട്ട് കിട്ടും. സോ ഓക്കെ, നമുക്കിനി അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. ഓക്കെ, ബൈ.